എപ്പോഴും നമ്മൾ കാഞ്ചീപുരത്തിന്റെ പല പല ട്രെൻഡുകൾ വന്നു. അതിലൊന്നാണിത്. മൾട്ടി കളറായിട്ട് വരുന്നു. മുന്താണി ചേഞ്ച് ആയിട്ട് പ്ലെയിൻ ബ്ലൗസ്. ഇതാണെങ്കിൽ ബോഡി കംപ്ലീറ്റ് കണ്ടോ. അല്ല, ഈ സാരി നമുക്ക് വ്യൂവേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു കൊടുക്കാം. ഈ സാരിയുടെ പ്രത്യേകത ബോഡി മൊത്തം ഇങ്ങനെയാണ്, രണ്ട് ഡബിൾ ഇതായിട്ട് വരും. എന്തൊരു രസമുള്ള ഒരു സാരിയാണ് നോക്കല്ലേ. ഫുൾ എൻഗേജ്മെന്റ്, കല്യാണം കൂടാനൊക്കെ ആൾക്കാർ ഇതാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതെ, ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ വെയിറ്റ്, ഭയങ്കര വെയിറ്റ് ഉള്ള കാഞ്ചീപുരം ആൾക്കാർ ഇപ്പൊ ഭയങ്കര. അതെ, ഇത് പക്ഷെ വെയിറ്റ്ലെസ്. ഇത് സോഫ്റ്റ് സിൽക്കാണ്. സോഫ്റ്റ് സിൽക്കാണ്. എന്തൊരു ഭംഗിയാന്ന് നോക്കൂ. കാരണം ഇതെന്താ പല്ലു? ഇതിന്റെ പല്ലു. ഇത് പല്ലു ആണ്. പ്ലെയിൻ ബ്ലൗസ്. ബോഡി കംപ്ലീറ്റ് ഡിസൈൻ ആയതുകൊണ്ട് ബ്ലൗസ് പ്ലെയിൻ. ഡബിൾ ഷെയ്ഡാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത്. ഒരു ഗ്രീനും ഒക്കെ കൂടിയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഇനി സാരി ഓപ്പൺ ചെയ്ത് കണ്ടോ, ഇതാണ് ബോഡിയിൽ ഫുൾ വരുന്നത്. ഇതിൻ്റെ ഒരു ഭംഗി നല്ല രസമുള്ളൊരു കാഞ്ചീപുരം സാരിയല്ലേ. നിങ്ങൾക്ക് ഉടുത്ത് നിൽക്കുമ്പോഴേ അതിൻ്റെ ഭംഗി ശരിക്കും അറിയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു സാരി തന്നെയാണ്. ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ഏതൊരു ഫംഗ്ഷന് വേണമെന്നുണ്ടെങ്കിലും ഉടുത്തുകൊണ്ട് പോകാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനിൽ ഡബിൾ ഷെയ്ഡായിട്ടുള്ള നല്ലൊരു സാരി. ഇത് ഉടുത്ത് നിൽക്കുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ. കാരണം പല്ലുവും ബ്ലൗസും ഒക്കെ ഡിഫറെൻ്റാണ്. ബ്ലൗസ് പ്ലെയിൻ ആണ്. കാരണം സാരിയിൽ ഇത്രയും വരുമ്പോൾ ബ്ലൗസ് പ്ലെയിൻ ആവുള്ളൂ. നന്നായിട്ടുണ്ട്, നല്ലൊരു സാരി തന്നെയാണ്. എന്തായാലും നമുക്ക് അടുത്ത സാരി കാണാം. ഈ ഒരു സാരിയുടെ പ്രത്യേകത എന്താണ്? ഇത് ആ സാരിയിൽ തന്നെ വേറൊരു ഫോം മാത്രമാണ്. ഇതിന്റെ അകത്ത് കളർ ചേഞ്ച് ഉണ്ട്, കുറച്ചുകൂടെ ഡിസൈൻ വ്യത്യാസമുണ്ട്. അത് ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ളവർക്ക്, ഇത് കൊച്ചു പിള്ളേർക്ക് ഒരു എൻഗേജ്മെന്റ് കൂടാനും എൻഗേജ്മെന്റ് ഉള്ള പെൺകുട്ടികൾക്കും ബ്രൈഡിനും ഒത്തിരി കൊടുക്കാൻ പറ്റിയിട്ടില്ല. സോഫ്റ്റ് ആണ് മെറ്റീരിയൽ, പക്ഷെ ഫുൾ ബ്രോക്കേഡ്. സാധാരണ കാണുന്ന കാഞ്ചീപുരം സാരി എന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാരിയാണത് എന്ന് നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ കണ്ട കാഞ്ചീപുരം സാരി എന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതാ കണ്ടില്ലേ. എന്തൊരു എല്ലാം തന്നെ ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കും ഇതിൽ വരുന്നത്. ബോഡി മൊത്തം ഇങ്ങനെ വരും. ബ്ലൗസ് ഈ പറഞ്ഞ പോലെ പ്ലെയിൻ വരുമ്പോഴായിരിക്കും. അത് തന്നെ ഞാൻ പറഞ്ഞ. അതെ, നല്ല രസമുള്ള ഒരു സാരിയല്ലേ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നല്ലൊരു സാരിയാണ്. നമ്മൾ നേരത്തെ കണ്ട സാരി എന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. ഉടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഉടുത്ത് കഴിയുമ്പോഴേ ഇങ്ങനെയുള്ള സാരിയുടെ ഒക്കെ ഭംഗി അറിയുള്ളൂ. ഇനി നമുക്ക് അടുത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരി കാണാം. ഇനി അടുത്ത നമ്മൾ ഏത് സാരിയാണ് കാണാനായിട്ട് പോകുന്നത്? ടെസറിൻ ചൂട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സിൽക്ക് കോട്ടൺ. ഇത് മെറ്റീരിയൽ, ഇതിന്റെ ഒരു സൈഡ് കോട്ടണും ഒരു സൈഡ് സിൽക്കും ആണ്. അപ്പൊ ലൈറ്റ് വെയിറ്റ് ആണ്, ഉടുക്കാൻ സുഖം. പക്ഷെ ഒരു ബ്രൈറ്റ് നല്ലൊരു പാർട്ടി വെയർ സാരി ആയിരുന്നു. അല്ല, ഇത് ബ്രൗൺ കോഫി ബ്രൗൺ. ഇത് ആദ്യം തന്നെ ഉടുത്തിരിക്കുമ്പോൾ അതിന്റെ ഭംഗി അറിയാമല്ലേ. ഞാനിപ്പോ ഉടുത്തു നിൽക്കുന്ന ഈ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽക്ക് കോട്ടൺ. ഈ സാരിയുടെ ഒരു പ്രത്യേകത എനിക്കിപ്പം ഉടുത്ത് നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണിത്. നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇപ്പം ഓരോ സാരീസും എടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് തന്നെയാണ്. വളരെ കംഫർട്ടബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഇതിന്റെ കളർ വൈസ് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സിൽവറും ഗോൾഡും, അപ്പൊ രണ്ട് ഓർണമെന്റ്സ് നമുക്ക് ഇടാം. അതെ, ഇതിന്റെ സിൽവർ ആക്സസറീസിന്റെ കാര്യം നോക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ബ്ലൗസ്, അതുപോലെ ഒരു ട്രഡീഷണൽ ഒരു കല്യാണം, അതൊരു ഫംഗ്ഷൻ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ സാരി ഉടുത്തുകൊണ്ട് പോവാന്നുള്ളത്. പക്ഷെ ഇത് ഉടുത്ത് നിൽക്കുമ്പോൾ ഏറ്റവും ഹെവി അല്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇതിന്റെ ഒരു കളർ ചേഞ്ച് ആണ്. ഒരു 10-12 കളേഴ്സ് ഉണ്ട് ഇവിടെ. എല്ലാം ഇപ്പൊ നമുക്കിപ്പം പ്രോഗ്രാമിൽ ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ബ്രൗൺ ആണ്. ബ്രൗണിൽ ഗോൾഡും സിൽവറും കൂടിയിട്ട് വന്നിരിക്കുന്നതാണ്. ഇപ്പൊ ഈ ഞാൻ ഉടുത്തിരിക്കുന്ന സാരിയുടെ വേറെ കളർ ചേഞ്ച് ആണ്. കണ്ടില്ലേ, നല്ല മനോഹരമായിട്ടുള്ള ഒരു സാരിയാണ്. എനിക്കിപ്പം ഈ ഒരു സാരി നമുക്ക് 4000 റേഞ്ചാണിത്. 4000 റേഞ്ചേ ഉള്ളൂ. 4000 റേഞ്ചിലുള്ള മനോഹരമായിട്ടുള്ളൊരു സാരിയാണ് ഇത്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉടുത്ത് നിൽക്കുന്ന പോലെ തന്നെ ഈ സാരിയും ഇത് ഉടുത്ത് നിൽക്കുമ്പോഴേ ഇതിൻ്റെ ഭംഗി നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. കണ്ടില്ലേ, ഇതിൽ ഗോൾഡും സിൽവറും അതുപോലെ നല്ല ഒരു ബ്രൈറ്റ് ഡാർക്ക് കളേഴ്സ് ഒക്കെ വരുമ്പോൾ ട്രഡീഷണൽ ടച്ചും ഉണ്ട്. അതെ, ഒരു എന്ന് പറയുന്നത് ഉടുക്കാനായിട്ട് വളരെ കംഫർട്ടബിൾ ആണ് കേട്ടോ. എന്തായാലും ഈ സാരി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാരിയാണ്. 4000 ഉള്ളൂ. കഴിയുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് ഇത് പർച്ചേസ് ചെയ്യുക. കാരണം ഇത് ഉടുത്ത് കഴിഞ്ഞാൽ എന്തായാലും നാളെ ഇപ്പം നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധ ഈ ഒരു സാരിയിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത്രയ്ക്കും നല്ല മനോഹരമായിട്ടുള്ളൊരു സാരിയാണ്. കൊള്ളാം അല്ലേ?
ഇത് സിൽക്ക് കോട്ടൻ്റെ തന്നെ വേറൊരു വെറൈറ്റി. സാധാരണ ഷോപ്പുകളിൽ നമ്മൾ ഈ വീതിയിലുള്ള പാവഞ്ചിയാണ് കാണുന്നത്. ഇത് നമ്മൾ പ്രത്യേകം പറഞ്ഞ് പല വീതിയുണ്ട്, ഹാഫ് ഉണ്ട്, ഇതിൽ കുറഞ്ഞ വീതിയുണ്ട്, എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. സാധാരണ നമ്മളിപ്പം ഷോപ്പിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ബാവിഞ്ചി സാരി എന്ന് പറയുമ്പോൾ ഈ ഒരു വീതിക്കുള്ള ഒരു സാരി നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മേടിച്ചിട്ടില്ല, മിക്കവരും ഇങ്ങനത്തെ സാരീസൊക്കെ മേടിക്കാറുള്ളൂ. പക്ഷേ ഈ സാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇത്രയും മനോഹരമായിട്ട് കണ്ടില്ലേ, ഇത്രയും വീതിക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇതിലും ഹാഫായിട്ടുള്ളതും ഉണ്ട്, കറക്റ്റ് ഹാഫായിട്ട് വരും. വാവ്, അതൊരു ഭംഗി തന്നെ ആയിരിക്കും അല്ലെ, ഹാഫ് സാരിയില് വരുമ്പോഴത്തേനും. അതെങ്ങനെ തന്നെ കാണാറില്ല സാധാരണ. പറഞ്ഞ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ ഇത് കണ്ടില്ലേ, വെച്ച് കാണുമ്പോൾ ഈ ഒരു കളർ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടോ, നല്ല ഭംഗിയില്ല. ഇതുപോലെ തന്നെ എടുക്കാൻ കംഫർട്ടബിൾ ആണ്, വെയിറ്റ് ഇല്ല. പാർട്ടി വെയർ ആയിട്ട് നമുക്കൊരു പാർട്ടിയിൽ തിളങ്ങി നിൽക്കാൻ പറ്റുന്ന നല്ലൊരു സാരി, നല്ലൊരു ട്രഡീഷണൽ സാരി, ഇത്രയും വീതിക്കേണ്ട ഒരു കസവ് അല്ലേ. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ 1 മീറ്റർ ബ്ലൗസ് ഉണ്ട്. ഇതിന് 1 മീറ്റർ ബ്ലൗസ് ഉണ്ട്. അത് നമുക്കിപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഡിസൈനറായിട്ട് ഡിസൈൻ ചെയ്ത് ബ്ലൗസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. എന്തായാലും എല്ലാവർക്കും ചെയ്യുന്ന നല്ല മുഖത്തിനൊക്കെ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടും. ഈ ഒരു കളറിന്റെ ഒരു